ഹലോ ബസ് മുക്താറാണേ. നസർക എന്താ നസർക, നിങ്ങളെ കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ കാത്തിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും എല്ലാ പ്രാവശ്യവും പറയുന്നത് നാസർഖാൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഓഫർ വരും. കഴിഞ്ഞ പ്രാവശ്യത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും ഏകദേശം പോയി. നമുക്ക് 2-3 ക്രിസ്റ്റ ഉണ്ട്, അതിന്റെ ഓഫറിലാണ് കൊടുക്കുക. അത് ആർക്കും കൊടുക്കാൻ പറ്റാത്ത നല്ലൊരു ഓഫർ പ്രൈസിൽ. പിന്നെ എല്ലാ വീഡിയോയിലും വീഡിയോ തുടക്കം മുതൽ തന്നെ നിങ്ങൾ അവസാനം വരെ കാണുമ്പോൾ തന്നെ ഒരൊറ്റ കാര്യം പറഞ്ഞുതരാം. ഇവിടുന്ന് വണ്ടി എടുക്കണമെങ്കിൽ റെഡി ക്യാഷ് വേണം അല്ലേ? റെഡി ക്യാഷ് തന്നെ വേണം. ലോണ് കാര്യങ്ങളൊന്നുമില്ല, റെഡി ക്യാഷ് ഉണ്ടാവും, നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാം അല്ല നാസർക്ക്? അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ പോയാൽ മതി. അങ്ങനെ വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ റെഡി ക്യാഷ് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് പ്രൈസിൽ കൂടുതലാണെന്നുള്ള ഒരു വിചാരങ്ങൾ വേണ്ട. മാക്സിമം റേറ്റ് കുറച്ചിട്ട് നല്ല പ്രൈസ് കുറവ് നമ്മൾ കൊടുക്കുക അല്ലേ? 2017 മോഡല് 1210 ക്രിസ്റ്റ എവിടെ കിട്ടും? അത് കേരള നമ്പർ ആക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, വൈറ്റ് കൊടുക്കാൻ പോകുന്നത്. ഇനി അതേപോലെ തന്നെ 2017 ക്രിസ്റ്റ വരുന്നുണ്ട്, 12.25 വരുന്നത്. പിന്നെ വേറെ ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനില്ല നിങ്ങൾക്ക്? നിങ്ങൾ ഈ ഒരു ഇതാണ് ഞാൻ എപ്പോഴും പറയുന്നത്. എന്ത് ചോദിച്ചാലും ഈ ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് ചെയ്ത് വണ്ടി എടുക്കാൻ ഞാൻ പറയുന്നുണ്ട്. കാരണം ഇവിടെ ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം നിങ്ങൾ അത്രക്കും ഗ്യാരണ്ടി കൊടുക്കുന്ന ആ ഒരു വിശ്വാസം കൊണ്ടാണ്, അത് നിങ്ങളോടുള്ള ട്രസ്റ്റ് കൊണ്ടാട്ടോ. നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെ വണ്ടി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് 1 month വാറന്റി നമ്മൾ കൊടുക്കണം. ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ 1 month വാറന്റി എന്തായാലും കൊടുക്കുന്നുണ്ട്. 1 month പിന്നെ ഗിയർ ബോക്സ്, എഞ്ചിൻ മെക്കാനിക്കല് 1 month മേജർ ഇഷ്യൂസ് എന്തെങ്കിലും സർവീസ് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. 1 week നമ്മൾ ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്, റിട്ടേൺ കൊണ്ടുവരാം. 1 week ചെക്കിംഗ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഇല്ലെങ്കിൽ വണ്ടി റിട്ടേൺ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ കാര്യങ്ങളൊക്കെ പക്കാണ്. കുറഞ്ഞ വണ്ടികളാണ്, ഒരുപാട് ആൾക്കാർ കാണാനാണ്. ഇവിടേക്ക് ലോങ് എന്നൊക്കെ ആൾക്കാർ വരുന്നതിന് മുന്നേ നാസർഖാനെ കോൺടാക്ട് ചെയ്ത് വണ്ടി ഇവിടുന്ന് ഓക്കെ ആക്കിയിട്ട് മാത്രങ്ങളല്ലേ ലോങ് എന്നൊക്കെ യാത്ര ചെയ്ത് വരാം. അപ്പൊ എന്തായാലും നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് വരുന്നത് നമ്മൾ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കീഴ്ശ്ശേരി സെക്കൻഡ് സൗത്ത് എന്ന് പറഞ്ഞ സ്ഥലം, മൊറയൂർ റോഡ്. കീഴ്ശ്ശേരി മൊറയൂർ റോഡിലെ സെന്റർ. ഇത് ഏകദേശം നമുക്ക് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്ന് 12 കിലോമീറ്റർ. അപ്പൊ എന്തായാലും വണ്ടി എടുക്കുമ്പോൾ പൂർണ്ണമായും ചെക്ക് ചെയ്യുന്ന ഉത്തരവാദിത്തം ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നാസർക്ക് നമുക്ക് വീഡിയോ തുടങ്ങാൻ പോവാണ്, മാക്സിമം റേറ്റ് കുറച്ചിട്ട്. കാരണം നിങ്ങളൊരു വീഡിയോ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കാത്തിക്കാണ്. ക്വാളിറ്റി ബേസ് ആണ്. നമ്മൾ ഇപ്പോ കിലോമീറ്റർ നല്ലോണം കൂടി വണ്ടിയാണെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും പൊട്ടിച്ച് കൊടുക്കാം. അതിപ്പോ നമ്മളും അങ്ങനെ തന്നെയാണ് അധികം പൊട്ടിച്ചിടല്. ഇപ്പോ കിലോമീറ്റർ കുറവ്, നല്ല പിന്നെ സർവീസ് ഹിസ്റ്ററി ഉള്ള, ഓണർഷിപ്പ് കുറവുള്ള, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാക്സിമം പ്രൈസ് കൊടുത്തിട്ടാണ്. നല്ല കോമ്പറ്റീഷൻ ആണ് മാർക്കറ്റ്, എല്ലാവർക്കും അറിയാവുന്ന ക്വാളിറ്റി ഉള്ള വണ്ടിക്ക് പറഞ്ഞാൽ Car24 തന്നെ വലിയ റേറ്റ് ഇട്ടോടെ വെക്കുന്നുണ്ട്. പിന്നെ അതിന്റെ മേലെ റേറ്റ് ഇട്ടിട്ട് വേണം എന്ത് ചെയ്യാൻ, ഇത് എടുക്കണമെന്നുണ്ടെങ്കിൽ. ഇത് ഇവിടെ മാത്രമല്ല, ഓൾ ഇന്ത്യ ലെവലിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോ അതിന്റെ പുറമെ 100-300 ഡീലർമാർ ഇഷ്ടംപോലെ തെരഞ്ഞു നടക്കുകയാണ്. അതിന്റെ ഇടയിൽ നിന്ന് ഒരു വണ്ടി സെലക്ട് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല നല്ല കഷ്ടപ്പാടുണ്ട്. കാരണം ഇപ്പോ മുക്താർഭായി കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തു, അതിനുശേഷം ഏകദേശം വണ്ടിയൊക്കെ സെൽ ഔട്ട് ചെയ്യും. യാർഡ് ഏകദേശം കാലിയായിട്ട് 10-15 ദിവസം കടന്നു, വണ്ടിയില്ല. നിങ്ങൾ വിളിച്ച് എനിക്ക് ഓർമ്മ ഉണ്ട്, മറ്റേ ഡൽഹിയിൽ നിന്ന് വിളിച്ചിട്ട് വണ്ടി കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട്. നമുക്ക് എന്തായാലും ഇൻഷാല്ലാ വീഡിയോ ആണ് തുടങ്ങാം. 2017 ക്രിസ്റ്റനാണ് തുടങ്ങാം. അല്ല മാക്സിമം റേറ്റ് കുറച്ചിട്ടല്ലേ? അപ്പൊ തുടങ്ങാം നമുക്ക് ഈ ഒരു ബ്ലാക്ക് ക്രിസ്റ്റൻ തന്നെ തുടങ്ങാം. ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ റീ രജിസ്ട്രേഷൻ, സെക്കൻഡ് ആർസോണിൽ കൊണ്ടോട്ടി RTO രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടി നമ്പർ ആയതാണ്. 1.42 വരെ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. 1.50 ജെനുവിൻ ഹോട്ടാണ്. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം. 4 ടയറും അത്യാവശ്യം ഉണ്ട്. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ജസ്റ്റ് ഒന്ന് റീപെയിന്റ് ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികളൊന്നായിട്ട് ഈ ചാവിട്ട് വരച്ച് അടയാളപ്പെടുത്തുണ്ട്. അതിന്റെ ഫുള്ള് G4 ക്രിസ്റ്റ 2017 യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് ധൈര്യത്തിൽ എടുക്കാം. പക്കയാണ്. ലാസ്റ്റ് ഫൈനൽ 12.25 കൊടുത്തു. 12.25 നെറ്റ് ഓഫർ പ്രൈസ്. ഓക്കെ, റെഡി ക്യാഷ് 12.25 ലാസ്റ്റ് ഫൈനൽ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 തന്നെ, വൈറ്റ് കളറാണ്. കിലോമീറ്റർ ഇതിനേക്കാൾ 1 ലക്ഷം കറക്റ്റ് ഓട്ടം കൂടുതൽ. 1 ലക്ഷം കിലോമീറ്റർ, അതായത് 2 ലക്ഷത്തിന്റെ മോള് 2.5 ലക്ഷം കിലോമീറ്റർ. 2.5 ലക്ഷം കിലോമീറ്റർ. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൈസും ഇതിന് കുറവാണ്. ഇത് 8 സീറ്റർ ആണ് വരുന്നത്. 8 സീറ്റർ വരുന്നുണ്ട്. അത്യാവശ്യം ഇന്ത്യയിലൊക്കെ നല്ല വൃത്തിയുള്ള, അത്യാവശ്യം കുഴപ്പമില്ല. നല്ല വണ്ടി, നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. സർവീസ് ഹിസ്റ്ററി പക്കയാണ്. ഇതൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട്. ടയറും ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ എത്ര? ഈ വണ്ടിമേൽ ഇൻഷുറൻസ് ഇല്ല. ഈ വണ്ടിമേൽ ഇൻഷുറൻസ് തേർഡ് പാർട്ടി എടുത്തു കൊടുക്കും. ഓക്കെ, ഇതുമേൽ ഇൻഷുറൻസ് വാലിഡ് ആണ്. ഈ വണ്ടി നമുക്ക് ഒരു 12.10 ക്ലോസ്. 12,10,000. 12.10 ലാസ്റ്റ് ഫൈനൽ. ഈ 2 വണ്ടി നമ്മളിപ്പോ ഓഫർ പ്രൈസിൽ കൊടുത്തു. ഇത് ഓഫർ പ്രൈസ് പറയാൻ കാരണം എന്താ പറയുക,
പിന്നെ ഒരു അതില് വന്നിട്ട് ഒരു കുറയ്ക്കാൻ പറ്റില്ല. പറയരുത്. ഓക്കെ 12 ലാസ്റ്റ് ഫൈനൽ ചെയ്ത് കൊടുക്കും. ഓക്കെ ഈ ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് Z ഓട്ടോമാറ്റിക് 2016 സിംഗിൾ ഓണർഷിപ്പ് നോ റീപ്ലേസ്മെന്റ്. ഓക്കെ 2016 Z ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ്. എത്ര കിലോമീറ്റർ പറയുന്നത്? നോ റീപ്ലേസ്മെന്റ്, റീ രജിസ്ട്രേഷൻ നമ്പർ ആയിട്ടില്ല കേട്ടോ. വണ്ടി നമ്പർ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമ്പർ ആക്കിയിട്ടല്ല, ഒരു NOC 2016 Z ഓട്ടോമാറ്റിക് 2016 ശരിക്കും പറയാൻ വയ്യ. കാരണം ഇത് നവംബർ മാനുഫാക്ചറിങ് ഡിസംബർ രജിസ്ട്രേഷനുമാണ് വണ്ടി. RCL നവംബർ മാനുഫാക്ചറിങ്. അപ്പൊ 2016 ലാസ്റ്റ് ആണ്. 17 ഫസ്റ്റ് അല്ല പറയാൻ പറ്റില്ല. ഫസ്റ്റിനും ലാസ്റ്റിനും വ്യത്യാസമുണ്ട് വണ്ടിക്ക്. ഫസ്റ്റ് മാനുഫാക്ചറിങ്ങും ലാസ്റ്റ് മാനുഫാക്ചറിങ്ങിനും വണ്ടിക്ക് ഡിമാൻഡ് വ്യത്യാസമുണ്ട്. ഇതെങ്ങനെ ലാസ്റ്റ് ഫൈനൽ പൈസ? ഇത് നമുക്ക് 1430. 2016 Z ഓട്ടോമാറ്റിക്. ആകെ 99,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി ഹിസ്റ്ററിയിൽ ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ആക്സിഡന്റ് ഇല്ല, ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി 4 ടയറും അത്യാവശ്യമുണ്ട്. 1430. ഈ ക്രിസ്റ്റ നമ്മൾ വരുന്നത് 2018 ആണ്. ഇതല്ല, ഇത് 2018. ഇത് 2021 മോഡലാണ്. 2020 മാനുഫാക്ചറിംഗ് ആണ്. 2020 2021 രജിസ്ട്രേഷൻ G4 അല്ലേ വരുന്നത്? ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. മലയാളി ഉപയോഗിച്ച വണ്ടിയാണ്, മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ. അയാളെ പേരിൽ തന്നെയാണ് വണ്ടി ഉള്ളത്. അതായത് ഒരു കേരള വണ്ടിന്റെ വൃത്തി ഉണ്ട്. ബോഡി കുറച്ച് ചെറിയ വർക്ക് എടുക്കാണ്ട്. ഇത് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ വണ്ടി, ഒന്നും ചെയ്തിട്ടില്ല. നേരെ ഇവിടെ കയറ്റി വെച്ചിട്ടേ ഉള്ളൂ. ഇത് GX ആണ്. GX ഓട്ടോമാറ്റിക് 2.4 ആണ് വരുന്നത്. 2.8 ആണ് വരുന്നത്. BS6 എഞ്ചിനാണ് വരുന്നത്. വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഒരു ഫാമിലിക്ക് ധൈര്യമായിട്ട് എടുക്കാം. 8 സീറ്റ്. ഇപ്പൊ സിംഗിൾ ഓണർഷിപ്പ് മലയാളിന്റെ വണ്ടിയാണ്. റഷീദ് എന്ന് പറഞ്ഞ പൊന്നാനിയുള്ള ആളെ വണ്ടിയാണ്. അയാൾക്ക് അവിടെ ബിസിനസ് ഉണ്ട്, അയാളെ വണ്ടിയാണ്. ഇത് നമുക്കൊരു 17 ലക്ഷം റുപ്യക്ക് കൊടുക്കാം. 2020 നെയിം ട്രാൻസ്ഫർ ചെയ്യാം ബോംബെയില്. ചെയ്തു കൊടുക്കാം. 17 റുപ്യ നെറ്റ്. 17 ലക്ഷം റുപ്യ നെറ്റ്. ഈ ഹോണ്ട സിറ്റി ഏതാ? ഇത് 2014 ആണ് വണ്ടി. ഓഫർ പ്രൈസ് ഇട്ടാലോ? ഇതിന് ഓഫർ കൊടുത്തോളൂ. കാരണം ഇത് നമുക്ക് ഇനി ഇവിടുന്ന് ഒഴിവാക്കൽ നിർബന്ധമായിട്ടുണ്ട്. ഹോണ്ട സിറ്റി ഡീസലോ പെട്രോളോ? ഇത് പിന്നെ ഡീസൽ മാനുവൽ 3rd ഓണർ 1.30 ഓട്ടം. നമ്പർ ആയ വണ്ടിയാണ് കേട്ടോ. റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് ഉണ്ടോ? വേറെ 2014 ഡൽഹി വണ്ടിന്റെ മെയിൻ ക്ലാസ് നമ്മൾ നോക്കിയിട്ട്. എത്ര കൊടുക്കുന്നത്? ഇത് 14 റുപ്യ കൊടുത്തു. 10 വില ഉണ്ട്. 2014 ഹോണ്ട സിറ്റി 4 ലക്ഷം റുപ്യ നമ്പർ ആക്കിയിട്ട് കൊടുക്കാം. വണ്ടിയാണ്. ഈ ക്രിസ്റ്റ നമ്മൾ വരുന്നത് ഇത് 2018 2018 G ഓട്ടോമാറ്റിക് ആണ് ഇട്ടത്. പൊട്ടിയിട്ടില്ല, അതിന്റെ ടോപ്പാണ്. പിന്നെ നോക്കണ്ട. പിന്നെ 2018 G ഓട്ടോമാറ്റിക്. പിന്നെ 7 സീറ്റർ. പിന്നെ ഈ വണ്ടി 1.14 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത ലാസ്റ്റ്. ഇത് നമുക്കൊരു ഇത് വന്നിട്ടുള്ളൂ. മൈൻഡിക്ക് കേറിയിട്ടില്ല പ്രൈസും കാര്യങ്ങളൊന്നും. ഇത് നമുക്കിപ്പോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കാര്യമായിട്ട് റീപെയിന്റ് കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല ഉണ്ട്. പക്ഷെ ഇപ്പൊ കേറും. എന്തായാലും ചെറിയ വർക്ക് എടുത്തിട്ടാണല്ലോ കൊടുക്കേണ്ടത്, ചെയ്യേണ്ടതുണ്ട്. ഇത് നമുക്കൊരു നമ്പർ ആക്കിയിട്ടുള്ള NOC സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒക്കെ NOC RC ഓണേഴ്സിന് വെറുതെ നമ്പർ കൂട്ടണ്ടല്ലോ. അതുകൊണ്ട് എന്താ വെച്ചാൽ ഒക്കെ NOC സെയില്. നമുക്കൊരു 13:30 ക്ലോസ് ചെയ്യാൻ. 13:30 ക്ലോസ് ചെയ്യാം. റേറ്റ് മൂപ്പര് കാൽക്കുലേഷൻ ചെയ്യാതെ പറഞ്ഞതാണോ? ഇനി കുറയോ? ഞാനൊന്ന് നോക്കിയിട്ട് പറയാൻ വന്നിട്ടേ ഉള്ളൂ. ഇത് 2015 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. 2 വീൽ ഓട്ടോമാറ്റിക്. 1.60 ഓട്ടം. 2015 2 വീൽ ഓട്ടോമാറ്റിക് 1.60 ഓട്ടം വന്നിട്ടേ ഉള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1.60. ഹിസ്റ്ററി പക്കാണോ? ഹിസ്റ്ററി പക്ക. റീപ്ലേസ്മെന്റ് ഇതുമ്മല് ഇല്ല. ഇതുമ്മ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. അത്യാവശ്യം ടയർ വരുന്നുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഇതും പുതിയ വന്നതാണ്. വർക്ക് എടുപ്പിക്കാണ്ടാവും. എന്തായാലും പോളിഷ് ഒക്കെ ചെയ്തൊന്ന് വൃത്തിയാക്കണ്ടാവും. പോളിഷ് ചെയ്താലുള്ള ഒരു ചെറിയ വർക്കുകൾ, ബോഡിമുള്ള ചെറിയ വർക്കുകൾ. ഓക്കെ. ഇന്നിപ്പോ ഏകദേശം 4 വണ്ടി പുതിയ വന്നിട്ടുണ്ടല്ലേ? 6 വണ്ടി വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. ഇത് ലാസ്റ്റ് ഫൈനൽ പ്രൈസ്. ഇതിലിപ്പോ ഒരു വണ്ടി വർക്കിലുണ്ട്. 2014 2 വീൽ ഓട്ടോമാറ്റിക് ഒരു വണ്ടി ഇപ്പൊ വർക്കിലുണ്ട്. അത് മിക്കവാറും ഈവനിങ്ങിൽ എത്തും വണ്ടി. അത് 3rd ഓണർഷിപ്പിൽ 2 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. നമുക്ക് 9.25 കൊടുക്കാം. 9.25 കൊടുക്കാം അല്ലേ? ഓക്കെ. ഇതെങ്ങനെ റേറ്റ് വരും? 2015 ഇത് നമുക്കൊരു NOC അല്ലേ? NOC ഒരു 12.40 കൊടുക്കാം. 2015 മോഡല് 12.40 അല്ലേ? NOC വിത്ത് NOC 12.40 കൊടുക്കാം. ഓക്കെ. ഈ ക്രിസ്റ്റ നമ്മൾ 2017 G ഓട്ടോമാറ്റിക്. 2017 G ഓട്ടോമാറ്റിക്
7 സീറ്റർ തന്നെയാണ് വണ്ടി. 7 സീറ്റർ അല്ലേ? 7 സീറ്റർ. ഇതിപ്പോ വന്ന വണ്ടിയാണ്. ഇത് 1.14, 1.20, 1.14, 1.11, 1.20 ആണ് ഓടിയിട്ടുള്ളത്. ഇതിപ്പോ 1.14 ഇതാണോ അതാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. കുഴപ്പമില്ല, നമുക്കൊന്ന് മനസ്സിൽ കേറിയിട്ട് വേണം. ഓക്കെ, പുതിയപ്പം കേറിയിട്ടല്ലോ. വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 2016 പറഞ്ഞത്? 2017 ജി ഓട്ടോമാറ്റിക്. ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്കൊരു 12 രൂപ, 12 ലക്ഷം രൂപ വിത്ത് 12.5. 12.5 12 അല്ലേ? 12.5. ഓക്കെ, 12,50,000. ഓക്കെ. ഇനി അതേപോലെ തന്നെ ക്രിസ്റ്റ ആണല്ലോ ഇപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ നോക്കുന്നത്. ക്രിസ്റ്റയാണ് ഇപ്പൊ ലൈനപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? 2018 GX കൺവേർട്ട് ചെയ്തിട്ടുള്ള നമ്പറായ വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്. ഓട്ടോമാറ്റിക് അല്ലേ? 97 മാനുവൽ ആണ്. 2018 GX. ഇത് 97,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഹിസ്റ്ററി പക്കല്ല. ഇത് 20,000 ഫ്രീ സർവീസ് മാത്രമേ കമ്പനി കയറിയിട്ടുള്ളൂ. വണ്ടിന്റെ ഉള്ളിൽ വൃത്തി നോക്കിയിട്ട് എടുത്താൽ മതി. നമുക്ക് കിലോമീറ്റർ ജനുവിന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പക്ഷെ വണ്ടി അതിനുള്ള ക്വാളിറ്റി ഉണ്ട്. ഈ വണ്ടി ഇതുമായിട്ട് താരതമ്യം ചെയ്താൽ മതി. ഇതിപ്പോ 1.40 ഹിസ്റ്ററി ജനുവിൻ ഉള്ള വണ്ടിയാണ്. ഈ വണ്ടി വെച്ചാണ്ട് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും ഇത് ഒറിജിനൽ ആണോ. ഞാൻ എന്റെ ഐഡിയ അനുസരിച്ച് എടുത്താണ്. എനിക്ക് തോന്നി 2018 GX. ഇത് 14.80 കൊടുത്തത്. 14.80 വിത്ത് നമ്പറായ വണ്ടി 14.80. 4 ടയർ പുത്തൻ ടയർ. ഓക്കെ. ഇൻഷുറൻസ് ഉണ്ടാവില്ല ടയർ? എടുത്തുകൊടുക്കൂലേ? ഇല്ല, എടുത്തുകൊടുക്കൂല. ഇൻഷുർ അവരെടുക്കണം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് അർബൻ. ഇത് പുത്തൻ വണ്ടി. ഗ്രാൻഡ് വിത്താര പുത്തൻ വണ്ടിയാണ്. ഈ 2023 സിംഗിൾ ഓണർ, ഒറിജിനൽ കേരള. സൺറൂഫ്, പനോരമിക്, എല്ലാ ഓപ്ഷനും ഉള്ള സൺറൂഫ്, സ്ട്രോങ് ഹൈബ്രിഡ് വണ്ടി. കറക്റ്റ് എത്ര കിട്ടുന്നുണ്ട്? 25 കിലോമീറ്റർ മേലെ യൂസ് ചെയ്യുന്ന ആള് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് കിട്ടും, കാരണം സ്ട്രോങ് ഹൈബ്രിഡ് കിട്ടുന്നുണ്ട്. പെട്രോൾ ആണ് വണ്ടി. ഓണർഷിപ്പ് എല്ലാ ഓപ്ഷൻ, ഓൾ ഓപ്ഷൻ ഉള്ള വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഒരു ഓപ്ഷനും വലിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ എക്സ്ട്രാ വാറന്റി ഒക്കെ ഉണ്ട്. കിലോമീറ്റർ 50,000 കിലോമീറ്റർ. റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. ആക്സിഡന്റ് ഹിസ്റ്ററി 2023 2 വർഷത്തെ പഴക്കം. ഓക്കെ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര പറഞ്ഞത്? വണ്ടി ഇപ്പം 26 റുപ്യ വിലയുള്ള വണ്ടിയാണ്. 20 റുപ്യക്ക് വണ്ടി കൊടുക്കാം. 26 ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ്. 50,000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. ഒരു 6 ലക്ഷം രൂപ കുറച്ച് 20 ലക്ഷം രൂപ കൊടുക്കാം. ഓക്കെ. ഫുൾ ഓപ്ഷൻ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് 50,000 കിലോമീറ്റർ മാത്രം. ക്യാമറ, എല്ലാ ഓപ്ഷനും. ഒരു ഓപ്ഷനും ഇല്ലാത്തില്ല. ഓക്കെ. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ടൊയോട്ടന്റെ കൊറോള അൾട്ടീസ് 2015 ഡീസൽ പെട്രോൾ ഓപ്ഷൻ ആണ് കേട്ടോ. ജി ഓപ്ഷൻ ഡീസൽ. 20 കിലോമീറ്ററിന്റെ മേലെ ആയിട്ടില്ല. ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 1.5 കിലോമീറ്റർ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി. റീപ്ലേസ്മെന്റ് വിങ് ഗ്ലാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഹിസ്റ്ററി പക്കാണ്. കിലോമീറ്റർ ഇത് റീപ്ലേസ്, വിങ് ഗ്ലാസ് റീപ്ലേസ്. കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ മെക്കാനിക് ഫിറ്റ് ആണ്. ഇത് നമുക്കൊരു ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 5.90 NOC കൊടുക്കാം. 5.90 വിത്ത് NOC കൊടുക്കാം അല്ലേ? ഓക്കെ. ഏതാ വണ്ടി വരാണ്ടോ? ഇനിയിപ്പോ നേരത്തെ ഫോർച്യൂണർ മാത്രമേ ഉള്ളൂ. കാരണം നാസർ ഖാൻ എടുത്ത് വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. എല്ലാ കാര്യങ്ങളും മൊത്തം കറക്റ്റ് പറഞ്ഞുതരും. എന്തായാലും നിങ്ങൾ അവിടുന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് എക്സ്ട്രാ പണി എടുപ്പിക്കൂല. ബോഡി വർക്ക് അല്ലാതെ വേറെ സ്റ്റാർട്ട് പരിപാടി ഒന്നും എടുക്കുന്ന പരിപാടി ഇല്ല. കാരണം മൂപ്പർ ഡൽഹിയിൽ നിന്ന് എത്ര ദിവസമായി പർച്ചേസിന് പോയിട്ട്? എത്ര ദിവസം അവിടെ നിന്ന്? 10 ദിവസം നിന്നിട്ട് മൂപ്പർ എടുത്ത് എത്ര വണ്ടിയാ? 6 വണ്ടി. 10 ദിവസം നിന്നിട്ട് മൂപ്പർ 6 വണ്ടി എടുത്തിട്ടാണ് നിങ്ങൾ വന്നത്. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പൊ നാസർക്ക് നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? അപ്പൊ നേരത്തെ പറഞ്ഞു, നമ്മള് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി കീശ്ശേരി സെക്കൻഡ് സൗത്ത് എന്ന് പറയുന്ന സ്പോട്ടാണ്. കീശ്ശേരി മുറയൂർ റോഡില് 2 കിലോമീറ്റർ, എയർപോർട്ടിന്റെ അടുത്ത് 12 കിലോമീറ്റർ. ഓക്കെ. കീശ്ശേരിന്ന് 2 കിലോമീറ്റർ മോട്ടോറിസത്തിൽ വന്നാൽ ഞാൻ നാസർ ഖാനെ കാണാം. മോട്ടോറിസം ഗൂഗിൾ മാപ്പിൽ ടൈപ്പ് ചെയ്താൽ തന്നെ ലൊക്കേഷൻ കറക്റ്റ് കിട്ടും അല്ലേ? ഓക്കെ. ഇതാ മോട്ടോറിസം, അതാ കറക്റ്റ് സ്പെല്ലിംഗ് കാര്യങ്ങൾ. അതാ നാസർ ഖാന്റെ നമ്പർ തന്നെ അല്ല അത്. അഥവാ ഞാൻ നമ്പർ ഓക്കെ പേഴ്സണൽ നമ്പർ കൊടുത്തിട്ട് ഫുള്ള് ഇതായിട്ട് നമ്പർ മാറ്റിയതാണ് പോകുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും അതിന് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോണ്ട് മിസ്സാക്കാൻ നിൽക്കണ്ട. ഇത് നിങ്ങൾക്കുള്ള ഒരു സുവർണ അവസരമാണ്.